ഒന്ന് രണ്ട് ഹെഡ്ഷോട്ട് 3 എടുക്കെടുക്കെടുക്കെടുക്ക് 5 6 നമ്മളോടെ കളി ഇതൊക്കെ എത്ര കണ്ടേക്കുന്നു 7 8 8ാമത്തെ കൊണ്ടില്ലേ ഗൈസ് കുഴപ്പമില്ല കുന്തവിടെ ആന ഓടുന്നു നമ്മുടെ ടീമേറ്റ് ഒന്നും വന്നില്ല കേട്ടോ വരുന്നതിന് മുന്നേ 8 തലയ്ക്കത് അവരാരും വന്നില്ല ആ പിള്ളേര് ഭയങ്കര സ്ലോ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇതുപോലെ ഈ ആനേനാകെ ഞാൻ മാത്രമേ കൊന്നിട്ടുണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ഫാർ ക്രൈ പ്രൈമർ. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഫേവറേറ്റ് ഗെയിമാണ്. സൂപ്പർ ഗെയിമാണ്, സൂപ്പർ വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സോ പാർട്ട് 1 ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗെയിം തുടങ്ങാനായിട്ട് പോവാണ്. ഓക്കെ, ആ സ്ലോ മോഷനിൽ വരുന്നുണ്ടോ മാമത്ത്? നമ്മളെ മാമത്തിനെ ഹണ്ട് ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് പോകാൻ തോന്നുന്നുണ്ട്. നൈസ് അല്ല, ഫസ്റ്റ് തന്നെ ഗ്രാഫിക്സ് സൂപ്പർ. പിന്നീട് സ്റ്റോറിയിൽ നിന്ന് തുടങ്ങുന്ന ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പമ്മി പോവാണ്, ഞാനും പമ്മി പോവാണ്. തലവൻ എൻ്റെ ചൂണ്ടി കാണിക്കുന്നുണ്ട്, പഴയ ആർമി സ്റ്റൈല്. ഓക്കെ, ഒരുത്തൻ അപ്പോഴേ പോയി, മറ്റവനും പോയി. നമുക്ക് മാത്രം കാര്യം മനസ്സിലായില്ല. നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ, കണ്ടാ മനസ്സിലെന്ന് അറിയാം. ഒന്നും പറഞ്ഞില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ ഇരുന്ന് അവൻ്റെ കൂടെ പോണം. മാമത്തിനെ ഹണ്ട് ചെയ്യാനാണ് പോണത്. ഓക്കെ, യെസ് ഗൈസ്, ആദ്യം തന്നെ മാമത്ത് വേട്ടയാണ്. സാധനത്തിന് കണ്ട എന്തോരം മാമത്തുണ്ടെന്നുണ്ടോ അവിടെ? കൊല്ലാൻ പറ്റുമോ? കൊമ്പിൽ പെട്ടാണ്ടല്ലോ, അത്രേ ഉള്ളൂ. അടിപൊളി ഗൈസ്, നല്ല ഒറിജിനാലിറ്റി ഫീൽ ഉണ്ട്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നൈസ് സാധനം. ബാക്കിലൊക്കെ മാമത്തുണ്ട് കേട്ടോ. മാമത്തിന്റെ കൂട്ടിലാണ് വന്ന് കയറിയിരിക്കുന്നത്. പതുക്കെ ഒളിച്ച് മുന്നോട്ട് പോവാം. ചെല്ലം കിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കിട്ടാതെ ഒരുപാട് രാത്രിയും പകലും പാഴാക്കി ഇവിടെ വന്നിരിക്കുകയാണ്. മാമത്തിനെ വേട്ടയാടി കഴിച്ചാലേ പറ്റുള്ളൂ. ഒരു ചെറിയ മാമത്തിനെ കണ്ടിട്ട് നമ്മളതിനെ കൊല്ലാൻ പോവാ. ഇവിടെ തുടങ്ങുന്ന വേട്ട ആരംഭം ഫസ്റ്റ് ഞാൻ തന്നെ. ഓക്കെ, ഒന്ന് വലിയ മാമത്തൊക്കെ മാറിയിട്ട് കുഞ്ഞിനെ എടുക്കാം. ചന്തി കയറണം. ഓടുന്ന കുടുങ്ങി പോണോക്കിയേ. ഇക്കടാടാ ഓടെ, എല്ലാരും കൂടി 50 മിനിറ്റ് കൊലയാണ്. ഒരാളെ ഇത്രയും കൊല്ലാൻ ഒരു പാടില്ല. ഒന്നാമത് കൊച്ചു മാമത്തിന്റെ അമ്മയൊന്നും കാണാതിരുന്ന നന്നായി. നമ്മള് കണ്ണിലൊക്കെ ഉണ്ട് കേട്ടോ കൊണ്ടുവരഞ്ഞു കൊടുക്കുന്നത്. എത്ര തുടങ്ങാത്? എനിക്ക് വേറെ ആരുടെ സഹായം വേണ്ട, ഒറ്റയ്ക്ക് തന്നെ കുത്തിക്കൊല്ലാനേ ഉള്ളൂ. അത്ര അമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോറി ഗൈസ്, കുന്തം. അവരാരും വന്നില്ല, സൈലന്റ് ആയി. പാടാ എവിടെ തന്നെ തീർക്കാം. വരുമ്പോ പീരാറായപ്പോ വന്നിരിക്കുന്നവൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊന്നുമില്ലായിരുന്ന. നൈസറാ, ഇങ്ങനെ ഞാൻ മാത്രമേ കൊന്നിട്ടുണ്ടാവും. താങ്ക് യു. അറിയാം, നമ്മളെ പണ്ട് കൂടിയാണല്ലോ. കിടക്ക നോക്കിയേ മോനെ. ഹലോ, കൊന്നിട്ടാണ് വോക്ക് ഫ്രീ എന്ന് പറയുന്നത്. ആത്മാവിനോടായിരിക്കും. കേട്ടില്ലേ? ടിഗ്രി എന്ന് വെച്ചാൽ മനസ്സിലല്ലേ? ഏത് ടൈഗർ? ടിഗ്രി. നമ്മുടെ കൊല്ലടാ, നമ്മുടെ ആളിനെ പുലി പിടിക്കുകയാണ്. കാലൊക്കെ കടിച്ച് കുടഞ്ഞു കളഞ്ഞ് പൊന്നെ തീ സാധനം.
അത് ആനാളെ കണക്കല്ല, കുറച്ച് ഇന്റലിജന്റ് ആണ്. നമ്മളെ കുത്തിയ കുന്തൊക്കെ കടിച്ച് വലിച്ച് കളഞ്ഞിട്ടുണ്ട് അത്. നമ്മള് ചാടി കല്ലിലൊക്കെ തലയിടിച്ച് വീഴുന്നു. വാട്ടാൻ ഇൻട്രോ സൂപ്പർ. കണ്ടില്ലേ, ചരിക്ക് കടിയൊരു ടീന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. തോത് തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഒക്കെ നമ്മുടെ തലവനടിയിട്ട് കിടപ്പുണ്ട്. ഇവിടെ അവന്റെ കരളാണോ പുറത്തു വന്നിരിക്കുന്നത്? എന്തൊക്കെയോ അവയവങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരിക്കലും നിർത്തില്ല. ഫൈൻഡ് ദ ലാൻഡ് ഓഫ് ഫോറസ്റ്റ്, ഫൈൻഡ് അവർ ലോസ്റ്റ് വെഞ്ച ബ്രദേഴ്സ്. അതായത് പുള്ളിയുടെ ദൗത്യം പുള്ളി നമ്മളെ ഏൽപ്പിക്കുകയാണ് അവസാന ശ്വാസത്തില്. ഓക്കെ, ഏത് നമ്മള് അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കാം. അന്ത്യാഭിലാഷല്ലേ? യെസ്, ഐ വിൽ ഫൈൻഡ് വെഞ്ച ബ്രദേഴ്സ്. വാങ്ങിക്കോ, വിഷമിക്കണ്ട. അങ്ങനെ അവസാനമായിട്ട് നമ്മളൊരു ദൗത്യം ഏൽപ്പിച്ച് പുള്ളിക്കാരൻ മരിച്ചു. ഇനി മുതൽ നമ്മളാണ്. പണ്ടെടുത്ത് കത്തിക്കുന്ന പരിപാടി ഒന്നുമില്ലല്ലോ, ജസ്റ്റ് കല്ലെടുത്ത് കുഴിച്ച് വെച്ച് കല്ലെടുത്ത് പണ്ടേ കൂടെ വെച്ച്. നൈസ്. ടൈഗർ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് ഒരു വെപ്പൺ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. കമോൺ. വെപ്പൺ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചടങ്ങ് പരിപാടിയുണ്ട്. ഐറ്റംസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ നമ്പ് ഹാച്ച് ചെയ്യാം. ഏതാ കണ്ടില്ല, അത് വെറുതെ അമ്പങ്ങ് വരുമല്ലോ, നമ്മളത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. നൈസ് നൈസ്. ഓക്കെ, അപ്പൊ അമ്പ് ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും വേട്ടയിടണം. അതൊക്കെ ഫസ്റ്റ് നമുക്കുള്ള ട്രെയിനിങ് ആണ്. ഓക്കെ, അവിടെ രണ്ട് ആട് പോകുന്നുണ്ട്. അപ്പൊ ഈ വിഷനിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് വേണ്ട ആൾക്കാർ അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റേ നോക്കുമ്പോൾ പോച്ച മാത്രമേ കാണുള്ളൂ. അത്രേ ഉള്ളൂ. ഹെഡ് ഷോട്ട് അവൻ മാത്രം കൊണ്ടില്ല, അവനാകെ വയറ്റിലാണ് കണ്ടുകൊണ്ടത്. തലയെ കൊണ്ടത് കാരണം ഇവൻ നേരെ വീണ്. ഗൈസ്, കഴുത്തിലാട്ടോ കൊണ്ടത്. നമ്മുടെ കാണുന്നില്ലേ? വാക്ക് ഫ്രീ. രണ്ടാമത്തെ ആട് നമുക്ക് എടുക്കാം. അതും കഴുത്ത് ഭാഗത്തായിട്ട്. അത് ഓടിക്കളഞ്ഞു. അത് രക്തം കാണുന്നില്ലേ? ഏതാ നമ്മള് വന്നാലേ അങ്ങനല്ല, സിംഹത്തിന് വശക്കുന്ന സിംഹം വേട്ടയാടും. അത്രേ ഉള്ളൂ. നമുക്ക് ഓടിക്കണം. ചാവാൻ വേണ്ടി ജനിച്ച കുറെ ജന്മങ്ങൾ. അത് കഴിഞ്ഞ് നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കണം. തീയത്തിക പണ്ടുകാലത്തെ കല്ലടിച്ച് തീയത്തിക്കുന്ന പരിപാടി ഇല്ലേ? 10,000 BC നടക്കുന്ന കഥയാണ്. അപ്പോഴേ ഇതൊക്കെ ഇങ്ങനെയാണ് ഇവിടെ. ഓക്കെ, നൈസ് നൈസ് സാധനം. വെറൈറ്റി എക്സ്പീരിയൻസ് ഗൈസ്. ചെറിയൊരു പൊരി കിട്ടി. ഉണങ്ങിയ കുറച്ച് പൊടിയും മരക്കമ്പൊക്കെ വെച്ച് നമ്മൾ തീർത്തിക്കുകയാണ്. ഇന്റലിജന്റ്. അയ്യോ, അപ്പൊ ഫൈനലി നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ മാനിനെ പരിച്ച് തിന്നോ? ചുട്ട് കഴിച്ചാലോ? ഒരമ്പ് കിട്ടി. ഏതാ ആ അമ്പ്? വിഞ്ച ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വന്നതിന് മുന്നേ ഇവിടെ ആരോ നിന്നിട്ടുണ്ട്. നമുക്കിപ്പോ വിഞ്ചകളെ തേടി പോണം. ഓക്കെ, കമോൺ, ലെറ്റ്സ് ഗോ. നമ്മൾ അവിടുന്ന് ഒരു കാൽപ്പാട് ഇട്ട് കാൽപ്പാട് ഫോളോ ചെയ്ത് വരികയാണ്. ഓക്കെ ഗൈസ്, ആവശ്യമില്ലാത്തൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതെന്താ സാധനം? കത്തിച്ചോ. ഇവിടെ തീ പിടിച്ച്. നൈസ്. അതെ, നമ്മൾ പോയി കഴിഞ്ഞാൽ പോയതെല്ലാരും അറിയണം. അതാ തീ അണഞ്ഞു. പിന്നേരം ഇതും കൂടെ കത്തിച്ച് വിടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെ തീ അണഞ്ഞു പോയി. കൊറേ നേരം ആയാലും ഓടുന്നത് എവിടെ? പിന്നെയും വെള്ളത്തില് കൊറേ നേരം നമ്മളത് ഫോളോ ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. വെളിച്ചൊന്നും കാണുന്നില്ലല്ലോ. മൊത്തം അത് അവിടെ വെളിച്ചം കാണുന്നുണ്ട്. ഗൈസ്, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അത് വലതുവശത്ത്
അതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ആക്രമിച്ച ടൈഗർ വേറെ ആരെയോ കടിച്ചിട്ട് വന്നോണ്ടിരിക്കുക. നമ്മളവിടെ കാണാം. കണ്ടില്ലേ? നൈസ് നൈസ് തന്നെ. അപ്പുറത്ത് പോയി നോക്കി ഒന്നുകൂടി വ്യൂ കിട്ടും സൺലൈറ്റ് അടിക്കുന്ന കാരണം. നൈസ്. അത് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് മണ്ടലോട്ട് കയറട്ടെ. ഇവിടെ തന്നെ കിടന്ന കളി കിടക്കൂല. മണ്ടയിൽ ആരോ ഉണ്ട് ഇടതുവശത്ത്. ഇവിടെ ഏതാ സാധനം? എണീറ്റ് നോക്കുമ്പോ തന്നെ ഒരുത്തൻ മാനത്തോക്കി കിടക്കുന്ന. നൈസ്. ആരോ എന്തൊക്കെ അറുത്തെടുക്കുന്നുണ്ട്. ബാക്കിൽ മനസ്സിലായില്ലേ? ഏതാ പുലി വരുന്നുണ്ട് ബാക്കിൽ. അവരുടെ പറയാണ് ബാക്കിൽ അവിടെ അസ്ഥികൂടങ്ങളെ കിടക്കുന്നുണ്ട്. ഇതപ്പം ആ പുലിയുടെ ഗുഹയാണ് കേട്ടോ. അവളെ പിടിച്ച് നമ്മളുള്ളപ്പോഴും തീ ഈ ബീസ്റ്റുകൾക്ക് പേടിയാണ് കേട്ടോ. അതാണ് നമ്മൾ തീ ഉണ്ടെങ്കിൽ അത് ഒറ്റയാൾ അങ്ങനെ അറ്റാക്ക് ചെയ്യത്തില്ല. അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഓട്ടിക്കാനായിട്ട് പറ്റും. പുലി ഓടുമെന്നുള്ള കാര്യമാണ് സംശയം. അപ്പൊ നമ്മള് കഴുയുടെ പുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ട്. ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഏതാ ഗെയിം? സൂപ്പർ നൈസ് സാധനം. നമ്മളെ രക്ഷിക്കാൻ പോയിട്ട് ഇപ്പൊ ചത്തേന. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീ അണഞ്ഞു പോയി. അങ്ങനെ നമ്മൾ പുറം ലോകം കണ്ടിരിക്കുകയാണ്. കുറെ നാളത്തെ ഗുഹ ജീവിതത്തിന് ശേഷം ലാൻഡ് ഓഫ് ഫൊറോസ് ഡിസ്കവേർഡ്. ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തിയ സ്ഥലം ഇതാണ്. നൈസ് ഗൈസ്. സോ നോക്കിയേ, എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ലാൻഡ് ഓഫ് ഫൊറോസ് എത്രയുണ്ട്. എന്താ അമ്മ കാട്ടണേ? അതെ, വിഞ്ച. ഫൊറോസിൽ നിന്നുള്ള വിഞ്ച അല്ല കേട്ടോ. അവർ ഞെട്ടിരിക്കുക. അപ്പൊ ഇത് വിഞ്ച തന്നെയാണ്. ഇവർ അമ്പായിരിക്കും നമുക്കപ്പൊ അപ്പുറത്ത് കിട്ടിയത്. കഴുത്തിലുണ്ട് ചെവിയൊക്കെ തൂക്കിട്ടിരിക്കുന്നത്. സൈക്കോ അല്ല. ആ ടിഗ്രി. ടിഗ്രി മീൻസ് ടൈഗർ. ടൈഗർ ഉദമിനെ കൊല്ലും. അപ്പൊ ഇവള് പോയിട്ട് ഉദമിന്റെ ചെവിയൊക്കെ എടുക്കുന്നാണ് പറയുന്നത്. സൈക്കോ പാട്ടുപാടി കൊടുക്കുന്നു. ഒറ്റയ്ക്കാണോന്ന്. ഷെൽട്ടർ ഉണ്ട്, വീടുണ്ടെന്ന്, അത്ര ഫുഡ്. ഓക്കെ, പഠിച്ചോ പഴയ ഭാഷ ഇതൊക്കെ. നമ്മൾ അവളെ ആ വഴിക്കോട്ട് കൊണ്ടുവരികയാണ്. അവള് നമ്മളെ കഴിക്കാൻ നമുക്ക് ഭക്ഷണം തരുന്നു. അത് കല്ല് പിരിച്ചതാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വിശക്കുന്നുണ്ടാവും. ഗുഹാ ചിത്രങ്ങളെ കണ്ടോ? പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചോർമ്മയില്ല. അത് ബാക്കി വെഞ്ചുകളൊക്കെ എവിടെയാണ്? നമ്മൾ ഒറ്റയ്ക്കാണോന്ന് മനസ്സിലായില്ലേ? ഉദമകളുടെ ലീഡർ ഇവരുടെ വീടൊക്കെ നശിപ്പിച്ചു എന്നാ പറയുന്നത്. ഉദമിന്റെ ഫോട്ടോ കേട്ടോ അത്. വെഞ്ചകളൊക്കെ ഉദമകൾ കൊല്ലുന്നെന്നാണ് പറയുന്നത്. വെഞ്ചകൾക്ക് ഫൊറോസിൽ താമസിക്കാൻ കഴിയില്ലാന്ന്, വീടില്ല, ഉദമകൾ കൊല്ലുന്നു. ഞാൻ വന്നില്ലേ, ഒക്കെ ശരിയാക്കാം. പുള്ളിക്കത്തിന്റെ ബാക്കിൽ വലിയ മുറിവുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ സാബർ ടൂ താഴെ കടിച്ചിട്ടുണ്ടെന്ന്. വലിയ പല്ലല്ലേ മുറി. ഗ്രീൻ ലീവ്സ് വേണം, അതുണ്ടെങ്കിൽ പുള്ളിക്കാരെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രീൻ ലീവ്സ് അല്ലേ. രണ്ടാമത്തെ മൂന്നാമത്തെ ചെക്ക് പോയിന്റ് ഒക്കെ നമ്മൾ എത്തി. നമുക്ക് ഗ്രീൻ ലീവ്സ് എടുക്കാനായിട്ട് പോണം. 90 ഗ്രീൻ ലീവ്സ് ടു ഹീൽ ടൈഗർ വൂണ്ട്. നദിയുടെ അടുത്തായിട്ട്, നദിക്കരയിലുണ്ടെന്നാ പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം see you.